ദിവീഷ്, ഇത്തരത്തിൽ ഞാൻ ഇന്ന് പ്രധാനമായും പോയിരുന്നത് ഇത്തരത്തിൽ ചൂരൽമലയടക്കമുള്ള പ്രദേശങ്ങളിലായിരുന്നു. അവിടെയൊക്കെ തന്നെ ടൗൺ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതുപോലെ തന്നെ സ്കൂളടക്കമുള്ള നാടിൻ്റെ സാംസ്കാരിക തനിമയുടെ പ്രധാന ഭാഗമായിരുന്ന സ്ഥലങ്ങൾ, കുട്ടികളുടെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തകർന്നു പോകുന്നൊരവസ്ഥയാണുള്ളത്. സ്കൂളിനകത്തെയുള്ള ദയനീയത നിറഞ്ഞ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് വെച്ചിരുന്നു. തകർന്നുപോയ പ്രൊജക്ടറുകളും ക്ലാസ് മുറികളും ലാബുകളും ഒക്കെ തന്നെ അത്തരത്തിലുള്ള അത്രയും കുട്ടികൾ നമ്മൾക്ക് ഏറെ വിഷമം തരുന്ന ഒരു സത്യാവസ്ഥയാണ്. കാരണം ആ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളും അവരുടെ മാതാപിതാക്കളും അധ്യാപകരിൽ പലരും ഇന്ന് ഈ ലോകത്തില്ലാത്തത്. അതിനുശേഷം പിന്നീട് ഇത്തരത്തിൽ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഗതി മാറി ഒഴുകുന്ന പുഴ പിന്നീട് ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് തടഞ്ഞാണ് മറ്റൊരു സ്ഥലത്തേക്ക്, താഴ്ന്ന പ്രദേശത്തേക്ക്, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വില്ലേജ് ഓഫീസ് അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് മാറി ഒഴുകുന്നത്. അത് അവിടെ നദിയുടെ ഗതി മാറി ഒഴുകിയില്ലായിരുന്നെങ്കിൽ പിന്നീട് ഇപ്പോൾ നമ്മുടെ ഇത്തരത്തിൽ സർക്കാർ സംവിധാനങ്ങളുടെ കൺട്രോൾ റൂമിരിക്കുന്ന പ്രദേശം വരെ പൂർണ്ണമായി നശിച്ചു പോകുന്നൊരവസ്ഥയുണ്ടാകുമായിരുന്നു. എന്തായാലും അവിടെ നിന്ന് ഗതി മാറി ഒഴുകിയത് കൊണ്ടാണ് ഇത്തരത്തിൽ പിന്നെയും ഇത്തരത്തിൽ ഒരു വലിയ അപകടമായി, നിലവിലുണ്ടായ അപകടത്തിനേക്കാളും കൂടുതൽ വ്യാപ്തി വർദ്ധിക്കുന്ന തരത്തിലുള്ള ഒരപകടമായി മാറാതിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ആളുകളുടെ ജീവൻ ഇത്തരത്തിൽ രക്ഷിക്കാനായതും. അത്തരത്തിലുള്ള ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ, അല്ലെങ്കിൽ അപകടം നടന്ന ഭാഗങ്ങളിൽ നിന്ന് കുറച്ചകലെയായി താമസിക്കുന്നവരൊക്കെ തന്നെ ഇപ്പോൾ വീടുകളിൽ തന്നെയാണ് തുടരുന്നത്. അവരൊക്കെ തന്നെ അവരുടെ വീട് സ്വയം ഒരു ദുരിതാശ്വാസ കേന്ദ്രം എന്നുള്ള രീതിയിലേക്ക് പോലും മാറ്റിയെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അവിടേക്ക് എത്തുന്ന ദുരിതാശ്വാസത്തിനായി എത്തുന്ന അല്ലെങ്കിൽ സന്നദ്ധ സേവനത്തിനായി എത്തുന്ന പ്രവർത്തകരെയും മാധ്യമപ്രവർത്തകരെയും സാധാരണക്കാരായിട്ടുള്ള ആളുകളെയും ക്യാമ്പുകളിലേക്ക് മടങ്ങുന്ന ആളുകളെയും ഒക്കെ തന്നെ കയ്യിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായയായി പോലും അവർ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അവർക്ക് താൽക്കാലികമായൊരു ആശ്വാസം നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഇന്നേ ദിവസം രാവിലെ തൊട്ട് ഈ വൈകിയ വേള വരെ കാണാൻ സാധിച്ചത്. മറ്റ് ഇത്തരത്തിൽ ടൗണുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ചില കെട്ടിടങ്ങൾക്ക് നമ്മൾക്ക് പുറമേ വലിയ കേടുപാടുകളൊന്നും തോന്നിച്ചില്ലെങ്കിലും നമ്മളോട് ഇത്തരത്തിൽ സൈന്യമടക്കമുള്ള പ്രത്യേക പരിശീലനം നേടിയിട്ടുള്ള സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. പുറമേ നിന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള കെട്ടിടത്തിൻ്റെ ആ ഒരു രീതി ഇപ്പോൾ ഉള്ളത് പൂർണ്ണമായും പലപ്പോഴും അടിത്തറയ്ക്ക് വലിയ രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കെട്ടിടം സുരക്ഷിതമാണെന്ന് കരുതി നമ്മൾ ഇത്തരത്തിൽ മുകളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ സമീപത്തേക്ക് നീങ്ങുകയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ കെട്ടിടം തകർന്നു വീഴാവുന്ന ഒരു സാധ്യത കൂടി നിൽക്കുന്നുണ്ട് എന്ന് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പലപ്പോഴും മെഗാഫോണിലൂടെയൊക്കെ വിളിച്ചു പറയുന്നൊരു കാഴ്ച നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒന്നാമത്തെ ദിവസം തൊട്ട് ഈ നിമിഷം വരെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ ബുൾഡോസറുകളൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഇത്തരത്തിൽ ആളുകളുടെയൊക്കെ തന്നെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുമുള്ള ഗതാഗതം, പിന്നീട് ആദ്യമൊക്കെ ആളുകൾക്ക് നടന്നു പോകാനുള്ള വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും പൊളിച്ചു കളയേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. പിന്നീട് വലിയ മിലിറ്ററി ട്രക്കുകളടക്കമുള്ള വലിയ വലിയ വാഹനങ്ങൾക്കായി അവർക്ക് വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുടെ ചില ഭാഗങ്ങളൊക്കെ തന്നെ പൊളിച്ചു മാറ്റുന്നൊരവസ്ഥയുണ്ടായിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ബെയിലി പാലം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായി സാധാരണ ബെയിലി പാലം നിർമ്മിക്കുന്ന സമയത്ത് കരയുടെ ഇരുവശങ്ങളിലും രണ്ട് വശങ്ങളിലേക്കായി ഇത്തരത്തിൽ അത്തരത്തിൽ ഒരു മർദ്ദം അല്ലെങ്കിൽ അവിടെ ഒരു ശക്തി സംഭരിച്ചു കൊണ്ടാണ് അത്തരത്തിലുള്ള പാലത്തിന്റെ നിർമ്മാണം ഉണ്ടാവുക. പക്ഷേ ഇവിടെ അങ്ങനെ വാഹനങ്ങളും ഹിറ്റാച്ചുകളും ഒക്കെ അവിടെ ഉണ്ട്. ഇനി നാളെയൊക്കെ കൂടുതൽ ഇത്തരം യന്ത്രങ്ങളുടെയൊക്കെ ആവശ്യമുണ്ടോ, അതോ നിലവിലുള്ളതുമായി ഈ തെരച്ചിലും അല്ലെങ്കിൽ ആ സ്ഥലങ്ങൾ ക്ലിയർ ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നതാണോ? ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഏകദേശം 15ഓളം ബുൾഡോസറുകളും അതുപോലെ തന്നെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഹിറ്റാച്ചികളടക്കമുള്ള സംവിധാനങ്ങൾ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ മുണ്ടക്കൈ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, സാധാരണ തൊഴിലാളികൾ, അതുപോലെ തന്നെ സന്നദ്ധ സേവകർ അവർക്ക് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ആയുധങ്ങളുമൊക്കെ ആയിക്കൊണ്ടായിരുന്നു കെട്ടിടങ്ങൾ അവശിഷ്ടങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ആളുകളെ രക്ഷിക്കുകയും അതുപോലെ തന്നെ മൃതദേഹങ്ങൾ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി 20ഓളം ഹിറ്റാച്ചികളാണ് ഇത്തരത്തിൽ കുത്തിയൊലിച്ചൊഴുകുന്ന നദിക്ക് കുറുകയായി കടന്നുപോയി ഇത്തരത്തിൽ മുണ്ടുകൈ, മട്ടമലയോ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോൾ അവിടെ നിന്ന് അത്തരത്തിൽ ആ ഒരു രക്ഷാപ്രവർത്തനത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾക്ക് കാണാൻ സാധിച്ചു. അത് ഒരു ശക്തി പ്രാപിച്ചു, അല്ലെങ്കിൽ ഒരു വേഗത കൈവരിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും
ബെയിലി പാലം പൂർണ്ണമായി സജ്ജീകരിച്ചതോടെ ഇനി വരുന്ന മണിക്കൂറുകളിൽ കൂടുതൽ വാഹനങ്ങൾ ഇപ്പോൾ ഇത്തരത്തിൽ ഓഫ് റോഡ് ട്രക്കുകളടക്കമുള്ള വലിയ വാഹനങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനുള്ള ഒരു സൗകര്യം എത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇടങ്ങളിലേക്ക് ഇത്തരത്തിൽ ഭക്ഷണവും കുടിവെള്ളവും അത്യാവശ്യം വേണ്ട മരുന്നുകളും ഒക്കെ തന്നെ എത്തിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പോകുന്ന ചില സന്നദ്ധ സേവകരുടെ വാഹനങ്ങളും സർക്കാർ വാഹനങ്ങളും ഒക്കെ തന്നെ അങ്ങോട്ടേക്ക് കടത്തിവിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മരുന്നുകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അവിടെ എത്തിക്കുന്നത്. മാത്രമല്ല ഗുരുതരമായി പരിക്കേറ്റ ആളുകളുണ്ടെങ്കിൽ പോലും അവരെ അടിയന്തരമായി ഇപ്പോൾ ഇത്തരത്തിൽ ആശുപത്രികളിലേക്ക്, മേപ്പാടി കേന്ദ്രീകരിച്ചുള്ള ആശുപത്രികളിലേക്കൊക്കെ തന്നെ എത്തിക്കാൻ ഇപ്പോൾ പാല നിർമ്മാണത്തിലൂടെ ഒരു വേഗത കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാലും ഒട്ടേറെ പേർ, ഏകദേശം 250ഓളം പേർ ഇപ്പോഴും കാണാമറയത്താണ്. ഈ പറയുന്ന മണൽ നിറഞ്ഞ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചളി കൂമ്പാരങ്ങളാണ് എവിടെയും കാണാൻ കഴിയുന്നത്. പലരുടെയും വലിയ സ്വപ്നമായി അവർ അവിടെ ഉണ്ടാക്കിയെടുത്ത അവരുടെ വീടുകളൊക്കെ തന്നെ തകർന്ന് തരിപ്പണമായി അതിനടിയിൽ ആളുകൾ കുടുങ്ങി കിടക്കുന്ന അവസ്ഥയിപ്പോഴുണ്ട്. ഇനി വരുന്ന മണിക്കൂറുകൾ ഇനിയും മരണസംഖ്യ തുടരാനുള്ള ഒരു സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ദിവീഷ്. ശരി, സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാത്രിയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ആളുകൾ മരവിച്ച മനസ്സുകളുമായി നിൽക്കുന്നു. പക്ഷേ അവർക്ക് വേണ്ട ഭക്ഷണവും മറ്റ് സാധനങ്ങളുമൊക്കെ എത്തിക്കുക എന്നതാണ് സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കൂടുതൽ തിരച്ചിലും മറ്റു കാര്യങ്ങളുമൊക്കെ നാളെ മാത്രമേ നടക്കൂ. എന്തായാലും വലിയൊരു ആശ്വാസമുള്ളത് ആ പാലം തുറന്നതോടുകൂടി, കണ്ടപ്പോൾ രാത്രിയിലെ കാഴ്ചകൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. ആ പാലം തുറന്നതോടുകൂടി ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം മുണ്ടക്കൈയിൽ അവശേഷിക്കുന്നവർക്ക് മാറുന്നു എന്നത് ഒരു ആശ്വാസത്തിൻ്റെ ഒരു ചെറിയ കണികയാണ്. കാരണം പൂർണ്ണമായും ഈ ലോകവുമായിട്ടൊരു ബന്ധവുമില്ലാത്തതുപോലെയായി ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടു. സമ്പാദിച്ചു കൂട്ടിയതും സ്വരുക്കൂട്ടിയതും എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോൾ എങ്ങോട്ടേക്കും പോകാൻ പോലും കഴിയാതെ വന്ന ആ മണിക്കൂറുകളിൽ അവരനുഭവിച്ചൊരു വേദന, അതിനൊരു ചെറിയ അളവോളം മാത്രം ആശ്വാസമാകുന്നു ഈ ഒരു കണക്ടിവിറ്റി എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ അത് നമ്മുടെ സൈന്യത്തിൻ്റെ മിടുക്ക് നമുക്ക് പരാമർശിക്കാതെ ഒരു നിർവാഹവുമില്ല. കാരണം അത്രയേറെ വേഗത്തിൽ ഇന്നലെ രാവിലെ തുടങ്ങി ഇടയ്ക്കൊന്ന് മഴ അല്ലെങ്കിൽ കാലാവസ്ഥയൊന്ന് പ്രതികൂലമായി ഭവിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിലും നേരത്തെ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിയോടുകൂടിയെങ്കിലും അതിലൂടെ ആദ്യ വാഹനം കടത്തിവിടാൻ കഴിഞ്ഞേനെ. പക്ഷേ മഴയും കനത്ത ഒഴുക്കുമൊക്കെ പ്രതിസന്ധി ഉണ്ടാക്കിയെങ്കിലും രാത്രി മുഴുവൻ ഒരു സമയം പോലും വിശ്രമിക്കാതെ നമ്മുടെ സൈന്യം, നമ്മുടെ ജവാന്മാർ പരിശ്രമിച്ചതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം അതിലൂടെ മിലിറ്ററി ആംബുലൻസുകളും ട്രക്കുകളുമൊക്കെ മുണ്ടക്കൈയിലേക്ക് കടന്നുപോയത്. തീർച്ചയായും അതിൻ്റെ ഒരു ഗുണമെന്നത് നാളെ കൂടുതൽ വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ കഴിയും. അവിടുത്തെ തിരച്ചിൽ കുറച്ചുകൂടി ഊർജിതമാക്കാം. സാധന സാമഗ്രികളൊക്കെ മാറ്റുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വേഗത്തിൽ സാധ്യമാകുമെന്നതാണ്.